ഒരു ക്വസ്റ്റ്യനകത്ത് പറയുന്നത് ഒരു ടൗണിൻ്റെ പോപ്പുലേഷൻ വർഷാവർഷം 20% ഇൻക്രീസ് ചെയ്യുന്നു. പ്രസൻറ്റ് പോപ്പുലേഷൻ ആണെങ്കിൽ 80 ലക്ഷമാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ 3 ഇയർ എഗോ ആൻഡ് 2 ഇയർ എഗോ? അപ്പം ഞാൻ സപ്പോസ് 3 വർഷം മുമ്പുള്ള പോപ്പുലേഷൻ ഞാൻ എക്സ് എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തിന് ശേഷമുള്ളതാണ് 80 ലക്ഷം. ശരിയാണല്ലോ. അതായത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 20% ഇൻക്രീസ് ചെയ്യുന്നത്. 20%-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 1/5 ആണ്. ഓരോ വർഷവും അത് എത്രയായിട്ട് മാറും? 5-ൽ നിന്ന് 1 കൂടി 6 മാറും. അല്ലെങ്കിൽ ഓരോ തവണയും ഇതെന്ത് മാറും? 6/5 ടൈംസ് ആയിട്ട് മാറും. അങ്ങനെ 3 വർഷമുണ്ട്. സോ ഇത്രയുമായിട്ട് മാറും. ഇതാണ് ആക്ച്വലി എന്ത് വരാൻ പോകുന്നത്? എക്സ് ഇൻറ്റു 6/5 ഇൻറ്റു 6/5 ഇൻറ്റു 6/5 ആണ് 80 ലക്ഷം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് 80 ലക്ഷത്തിൻ്റെ 5/6 ഇൻറ്റു 5/6 ഇൻറ്റു 5/6 അല്ലെങ്കിൽ 5³/6³ എന്ന് പറയാം. ഇതോടെ ഇരിക്കട്ടെ. ഇത് 3 ഇയർ മുമ്പുള്ളത്. ഇനി സപ്പോസ് 2 ഇയർ മുമ്പുള്ളതാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് 2 ഇയർ മുമ്പെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 1 വർഷം കഴിഞ്ഞു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2 വർഷമായി, ഇത് 3-ാമത്തെ വർഷം. 2 ഇയർ മുമ്പെന്ന് പറയുമ്പോൾ ഈ റേറ്റ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് 1 വർഷം കഴിഞ്ഞിട്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിൻ്റെ വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ 2 ഇയർ എഗോ കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ കൂടെ, കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു 6/5 ഇൻക്രീസ് ചെയ്യുമല്ലോ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 6/5 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു 6/5 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്തു പറയാം? അല്ലെങ്കിൽ ഇത് തമ്മിൽ കട്ട് ചെയ്ത് പോയിട്ട് 80 lakh ഇൻറ്റു 5² മൈനസ് ഡിവൈഡ് ബൈ 6² എന്ന് പറയാം. ഇതാണല്ലോ വരാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ ഓഫ് 3 ഇയേഴ്സ് എഗോ ആൻഡ് 2 ഇയേഴ്സ് എഗോ. അതായത് ഇതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 80 lakh ഇൻറ്റു 5² / 6², 80 lakh 5³/6³. ഇതിൽ നിന്ന് വേണമെങ്കിൽ എനിക്ക് 80 lakhഉം അതുപോലെ തന്നെ 5² ഇൻറ്റു 6² കോമൺ ആയിട്ട് എടുക്കാം. ബാക്കി പോയിട്ട് ഇവിടെ 1 മൈനസ് 5/6 എന്ന് പറഞ്ഞു വരും. 1 മൈനസ് 5/6 എന്ന് പറയുമ്പോഴത്തേക്ക് 1/6 ആണ്. 1/6 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതും കട്ട് ചെയ്യുക. 40 3. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതും ഇവിടുത്തെ 2 6 കൂടി കട്ട് ചെയ്യാം. വേണ്ട, 20ഉം 3 ഇൻറ്റു 6 എന്ന് പറയാം. അതുപോലെ അടുത്തത് 10 ഇൻറ്റു എന്തെന്ന് പറയാം? 3 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ 10 ലക്ഷം അവിടെ ഇരിക്കട്ടെ, 10 ലാഖ് അവിടെ ഇരിക്കട്ടെ. ബാക്കി പോയിട്ട് ഒരു 25/26 27 എന്ന് പറഞ്ഞു വരും. 25/27. ഓക്കെ, ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യുകയാണ്. 25/27. 27ൻ്റെ കൂടെ ഏകദേശം 8 9 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 180. അതുപോലെ തന്നെ 63. 180, 63, 243ൻ്റെ അടുപ്പിച്ച് വരും. ശരിയല്ലേ? അതായത് 24 പോയിന്റ് സംതിങ്ങേ വരുള്ളൂ. അപ്പോൾ ആക്ച്വലി ഉറപ്പായിട്ടും 9 ലിസ്റ്റ്, അതായത് ഇവിടെ ഒരു 10 ലക്ഷം കിടപ്പുണ്ടല്ലോ, ബാക്കി ഇതിൻ്റെ വാല്യൂ വരുന്നത് 0.9 കൂടിയൊരു വാല്യൂ ആയിരിക്കും. 0.9 കൂടിയ ഒരു ഒറ്റ വാല്യൂ ഇതിനകത്തുള്ളൂ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക. 10 lakh ഇൻറ്റു 25/27 ചെയ്യുക. ഈ ആൻസർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും.